അംബിക ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രഹസ്യ തെളിവുകൾ ഒളിപ്പിച്ച് തുർക്കിയിലെ പർവ്വതനിരകൾ. ഒടുവിൽ ആ രഹസ്യം ഗവേഷകർ കണ്ടെത്തി. നോഹയുടെ കപ്പൽ. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളിച്ച ഒരു ഭീമൻ പെട്ടകം ദൈവം സൃഷ്ടിച്ച പ്രളയത്തിലൂടെ നാളുകളോളം ഒഴുകി നീങ്ങി. ഒടുവിൽ തുർക്കിയിലെ ആരാരത്ത് പർവ്വതങ്ങൾ നിരകൾക്ക് മുകളിൽ സ്ഥാനമുറപ്പിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെന്ന് ലോകം വിശ്വസിക്കുന്ന നോഹയുടെ പേടകത്തിന്റെ യാത്രാവഴിയാണിത്. എന്നാൽ വിശ്വാസമല്ല, നോഹയുടെ പേടകം ആരാരത്തിലെത്തിയത് സത്യമാണെന്ന് തെളിയിക്കാൻ പലരും വർഷങ്ങളായി ഗവേഷണം നടത്തുന്നു. അതും പല സംഘങ്ങളായി പിരിഞ്ഞ് ഒട്ടേറെ പണം ചെലവിട്ട്. ആരാരത്തിന്റെ 13,000 അടി ഉയരത്തിൽ ആയിരുന്നു പേടകത്തിന്റെ സമാനമായ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. മരം കൊണ്ട് തയ്യാറാക്കിയ കപ്പലിന് സമാനമായ രൂപത്തിൽ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. അത്രയും ഉയരത്തിൽ കപ്പൽ എങ്ങനെ എത്തി എന്നതായിരുന്നു സംശയമുണ്ടാക്കിയത്. കാർബൺ ഡേറ്റിംഗ് പരിശോധനകൾ നടത്തി. 4800 വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു ആ അവശിഷ്ടങ്ങൾ. അങ്ങനെയാണ് അത് നോഹയുടെ പേടകമെന്ന് പരിവേഷക സംഘം ഉറപ്പിച്ചത്. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു. യൂറോ ഏഷ്യയിലെ 12,000 അടി മൂടുന്ന വെള്ളപ്പൊക്കമായിരുന്നു അന്നുണ്ടായത്. എന്നാൽ മറ്റൊരു ചോദ്യം മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ മൈക്ക് പിറ്റാണ്. ഇത്രയും വലിയ വെള്ളപ്പൊക്കം 4800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇന്നേ വരെ അത്തരമൊരു മാറ്റം എവിടെയും കണ്ടെത്തിയില്ല. ലോകമെമ്പാടുമുള്ള 100ഓളം ഗവേഷകന്മാർ നോഹയുടെ പേടകം സംബന്ധിച്ച് സിംപോസിയത്തിൽ പങ്കെടുക്കാനായി ആരാരത്തിൽ എത്തിയിരുന്നു. ഗവേഷകം പൂർത്തിയാക്കിയാൽ പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലെത്തിക്കുമെന്നും അവരുടെ വാക്കുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.